നമുക്കിന്ന് ഈസി ഒരു കായ ബജി ഉണ്ടാക്കാം. ഞങ്ങൾ 2 കായാണ് എടുത്തിട്ടുണ്ട്. 2 കായയിൽ ഇത് എത്രയും ഇതൾ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആൾക്ക് കേക്കായി 2 കായ ബജിനെ ഉണ്ടാക്കിയാൽ അത്യാവശ്യം നൈസിൽ ഇതാക്കാം. പിന്നെ കടലപ്പൊടിയും അത്യാവശ്യത്തിന് ഇടാം. ഞങ്ങളിവിടെ വേറെ പൊടികളൊന്നും ചേർക്കണില്ല, കടലപ്പൊടി മാത്രമേ ചേർക്കണുള്ളൂ. പിന്നെ സാമ്പാർ പൊടി അതൊരു സ്പൂണൊക്കെ കേട്ടോ, ഇവിടെ അളവിടൽ എടുക്കാൻ മറന്നു. 1 സ്പൂണോ സാമ്പാർ പൊടി ഇടാം. പിന്നെ അപ്പസോഡയാണിത്, ഒരു 1/4 ടീസ്പൂൺ അപ്പസോഡ ഇടാം. അത്യാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു പരിമാകുമ്പത്തിന് നമുക്കതിൻ്റെ മാവ് റെഡിയായി. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്. വേറെ അരിപ്പൊടിയോ ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല, കടലമാവിനെ ചേർത്താൽ മതി. സിമ്പിൾ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഈ ഒരു രൂപക്കായ നമുക്ക് മറിച്ചിടാം. ഇതാ നമ്മുടെ അടിപൊളി കായ ബജി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളിതിലേക്ക് സോസും മയോണൈസാണ് എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. 5 മിനിറ്റ് കൂടിയും വേണം, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. എല്ലാവരും പിടിക്കുന്ന കട്ടൻ ചായയും കായ ബജി നല്ല ടേസ്റ്റാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ.